ഹായ് ഫ്രണ്ട്സ്, ആർവി ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അക്വേറിയമാണ്. പഴയ തുണികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു അടിപൊളി അക്വേറിയമാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അക്വേറിയത്തിനുള്ളൊരു ഫ്രെയിമാണ് ഈ കാർഡ്ബോർഡിൻ്റെ പെട്ടി. ഈ പെട്ടിമേലാണ് ഞാൻ അക്വേറിയം സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് വൈറ്റ് സിമെൻറ്റാണ് എടുക്കണേ. കുറച്ച് വൈറ്റ് സിമെൻറ്റ് നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. സാധാ സിമെൻറ്റ് ഇതിന് പറ്റും. നമ്മളൊക്കെ ഇപ്പോൾ വൈറ്റ് സിമെൻറ്റാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൈറ്റ് സിമെൻറ്റ് എടുക്കുന്നുള്ളൂ. നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു പഴയ തുണി എടുത്തിട്ടുണ്ട്, നനച്ചെടുത്തിട്ടുണ്ട് പഴയ തുണി. ഇനി ഇത് നമ്മൾ ഈ വൈറ്റ് സിമെൻറ്റിൽ മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തേക്കും ഇത് വൈറ്റ് സിമെൻറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഇതെടുത്തിട്ട് ആ കാർഡ്ബോർഡിൻ്റെ പെട്ടിമിലേക്ക് ഇടാൻ പോകും. ഇതിങ്ങനെ നേരെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു അടുത്ത പീസ് കൊണ്ട് ഇതേപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. ഒരൊറ്റ പീസ് കൊണ്ട് നമുക്കത് എത്തിക്കിട്ടില്ല. അപ്പോൾ അതിന് വേറെ പീസ് കൊണ്ട് നമ്മൾ അതിന് ഉപയോഗിക്കണം. അടുത്ത പീസ് കൊണ്ട് നമ്മൾ അപ്പോൾ നമ്മളിത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഭാഗം ഒഴിച്ചിട്ടുള്ളത് നമ്മൾ ഇവിടെ ഗ്ലാസ് വരും. ആ ഗ്ലാസ് ഒട്ടിക്കാനുള്ള ഭാഗം ഗ്യാപ്പാണ് നമ്മൾ ഇവിടെ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ബ്രഷ് കൊണ്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കേണ്ടൊന്ന്. അപ്പോൾ ഒന്നുകൂടെ നല്ലൊരു ക്ലിയർ കിട്ടും. ഒന്നുകൂടി ഫിനിഷിങ് ഉണ്ടാവും കാണാൻ. അപ്പോൾ ഇതുകൊണ്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കും. ൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് ചെറിയൊരു ഫിനിഷിങ് വരുത്തിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ ഉണങ്ങണം. ഉണങ്ങിയതിന് ശേഷമാണ് ഇനി ബാക്കി പരിപാടി. അപ്പോൾ നമ്മുടെ അക്വേറിയം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതൊന്ന് അടർത്തി നോക്കണം. സംഭവം ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അക്വേറിയം. ഇനി ഈ ഭാഗത്ത് ഗ്ലാസ് ഒട്ടിക്കും. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒന്നുകൂടെ നമ്മൾ വൈറ്റ് സിമെൻറ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒന്ന് ഒരു ഫിനിഷിംഗ് ഒക്കെ കിട്ടും. ഇനിയിപ്പോൾ അതൊന്ന് നമ്മൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വൈറ്റ് സിമെൻറ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക.
നമ്മൊന്ന് ഒന്നും കൂടെ ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ഉണങ്ങണം. ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതിന് ചില്ലൊട്ടിക്കണം. അതേപോലെ തന്നെ ഇതിൻ്റെ പുറത്ത് ചെറുതായിട്ടൊന്ന് പെയിന്റ് അടിക്കണം. അപ്പോൾ ഇനി ഇതൊന്ന് ഉണങ്ങട്ടെ. അപ്പോൾ നമ്മുടെ അക്വേറിയത്തിൻ്റെ മുഴുവൻ പണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചില്ലൊട്ടിച്ച് അതുപോലെ തന്നെ പെയിന്റ് അടിച്ച് ഇത് രണ്ടും നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഇത് നമ്മൾ സാധാരണ പല വീഡിയോയിൽ നമ്മൾ കാണാറുള്ളതാണ്. അപ്പോൾ നമ്മൾ കാണിച്ചിട്ടില്ല. ഇനി നമ്മൾ ഇതിൽ ലേശം കല്ലിടണം, കളർ കല്ലിടണം. അതേപോലെ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് മീനിടണം. ഇനി അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി. ഇനി നമുക്ക് ഇതിൽ കുറച്ച് കല്ലിടാം. ചെറിയ കല്ലാണ്, കളർ കല്ല്. അപ്പോൾ ഇത് കുറച്ചിടാം. ഇനി നമുക്ക് അക്വേറിയത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മീനിടാം. അപ്പൊ ഇനി നമ്മൾ മീനൊക്കെ ഇട്ടതിന് ശേഷം അക്വേറിയത്തിന്റെ മേലെ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അക്വേറിയത്തിന്റെ പണിയൊക്കെ എല്ലാം കഴിഞ്ഞ് മീനിട്ട് എല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ അക്വേറിയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായി അറിയിക്കുക. ഇനി ഇതിലും നല്ലൊരു വീഡിയോ ആയി കാണും വരെ ബൈ.